ഇന്ന് എൻ്റെ കൂടെയുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഡോക്ടർ സാരംഗിയാണ്. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇന്ന് കണ്ണൂരിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സാരംഗിയുടെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. എത്ര വർഷമായി സാരംഗി ലൈസൻസ് എടുത്തിട്ട്? ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരു 2 years ആയിട്ടുണ്ടോ. 2 years ആയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വേണമെന്ന് തോന്നിയത്? ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പോകാൻ പേടിയുണ്ടായിട്ടല്ലേ ക്ലാസ് ബുക്ക് ചെയ്ത്? ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ മെയിൻ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴൊക്കെ. ഓൾമോസ്റ്റ് അതൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് എടുത്ത് പോകാൻ. ഓക്കെ. നമ്മളിപ്പം പലതരത്തിലുള്ള വഴിയിലൂടെ ഡ്രൈവ് ചെയ്തു അല്ലേ? നമ്മളിപ്പം ഭയങ്കര നാരോ റോഡ്, അതേപോലെ തന്നെ നല്ല വീതി കൂടിയ റോഡ് നോക്കി നല്ല ട്രാഫിക്കൊക്കെ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തു. ഒരു കാൽക്കുലേഷൻ കിട്ടിയില്ലേ ഇപ്പം? ടയർ എങ്ങനെയാണ് കറക്റ്റായിട്ട് പോകുന്നത് എന്നുള്ളതിന് ഒരു ഐഡിയ വന്നില്ല. എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. ലെഫ്റ്റ് സൈഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ റിവേഴ്സ് ചെയ്യുന്നത് നോക്കി. ഇനിയിപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയുള്ള ഈസി ആയിട്ട് പോകാമെന്ന് മനസ്സിലായില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ കുറഞ്ഞ ടൈമിനുള്ളിൽ, ഇതൊരു 5 hours ട്രെയിനിങ് ആണ് ആക്ച്വലി. ആ ഒരു കുറഞ്ഞ ടൈമിനുള്ളിലാണ് പിന്നെ ഡോക്ടർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ആ സമയം കൊണ്ട് മനസ്സിലായിട്ടില്ലേ കാര്യങ്ങൾ? അതിപ്പോൾ പലർക്കും സംശയമുണ്ട്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ എന്താവാൻ. ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്, ഈ ഒരു ദിവസം കൊണ്ട് എന്താവാൻ. അപ്പോൾ ഞാനെപ്പോഴും വിളിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ പോലെ, നിങ്ങൾ ദിവസത്തിന് എന്തിനാണ് നോക്കുന്നത്? അപ്പം വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത്രേ ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി ലൈസൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് കുറച്ചൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാം. അതിനിപ്പോൾ എക്സാമ്പിളാണ് ഡോക്ടർ. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എടുത്ത് പോകില്ലേ? അപ്പം ഇനിയിപ്പം ഇവിടെ സ്വന്തം ക്ലിനിക്ക് ഉണ്ട് ഡോക്ടർക്ക്. അപ്പോൾ അവിടത്തേക്ക് വണ്ടി എടുത്തിട്ട് പോവാ വരുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നാളെ മുതൽ പിന്നെ ഡോക്ടറെ കാറുമായിട്ട് പോവും. ചിലപ്പോൾ നിങ്ങൾക്ക് വഴിയിൽ, കണ്ണൂർക്കാർക്കൊക്കെ വഴിയിൽ കാണാം. ഇവരുടെ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ വട്ടപ്പൊയിലാണ് ക്ലിനിക്ക്. ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഹോമിയോ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക്, കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് ഇവിടത്തേക്ക് എത്താം. ഡോക്ടറെ ക്ലിനിക്ക് വട്ടപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ക്ലിനിക്കിൻ്റെ പേരെന്താണ്? അപ്പം ക്ലിനിക്കിൻ്റെ പേര് പേൾ ഹോമിയോപ്പതിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്നാണ്. നിങ്ങൾക്ക് ബോർഡ് കാണാം വഴിയിലൂടെ പോകുന്ന സമയത്ത്. ഇപ്പം കുറേ ആളുകൾ ഹോമിയോ ചികിത്സ പ്രിഫർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യുക. ഡോക്ടർ സേവനം ആവശ്യമുള്ളവർ പിന്നെ ഡയറക്റ്റ് ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഹാപ്പി അല്ലേ? എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് ജനറലി. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. ബൈ.